ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ മോരുകറിക്ക്. ആദ്യം നമ്മൾ കുമ്പളങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിക്സിനകത്തേക്ക് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി അരച്ച് നന്നായി മഷി പോലെ അരച്ചെടുക്കണം. മഷി പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് തേങ്ങ തിളച്ച് വരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മോരൊഴിച്ച് കൊടുക്കണം. ഇത് ഞാൻ മോരാണ് ഒഴിക്കുന്നത്. മോരൊഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ തള വരാനാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. ഇതെൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മോരുകറി. ഇതൊന്ന് നിങ്ങൾ കഴിച്ച് നോക്കേണ്ടി, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചോറിന് ഒരുപാട് തിന്നും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ മോരുകറി ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഈ മോരുകറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോഴും ഈ മോരുകറി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതൊരു സ്നേഹം തന്നെയാണ്. നമ്മൾ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂണ് കായപ്പൊടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ട് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് ഉണ്ടാകുക ഈ ഒരു മോരുകറിക്ക്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എന്നെ അറിയിക്കണം. ആരും ഉണ്ടാക്കാൻ മറക്കരുതേ, എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം, എല്ലാവർക്കും സുഖവും സമാധാനവും നേരുന്നു. ഓക്കെ.